Find the image of the infinite strip 0 less than or equal to y less than or equal to pi under the transformation w equal to e raised to z. ഇൻഫൈനൈറ്റ് സ്ട്രിപ്പിനെ പറഞ്ഞിരിക്കുന്നത് പക്ഷെ നേരത്തെ വൈ ആക്സിന് പാരലായിട്ടുള്ള ഇൻഫൈനൈറ്റ് സ്ട്രിപ്പ് ആയിരുന്നു. പക്ഷെ ഇവിടെ പറയുന്നത് എക്സ് ആക്സിന് പാരല, കാരണം എന്താ, എക്സ് മൈനസ് ഇൻഫിനിറ്റി മുതൽ പ്ലസ് ഇൻഫിനിറ്റി വരെയാണ്. പക്ഷേ അതിൻ്റെ വൈ വിഡ്ത്ത് എന്ന് പറയുന്നത് 0 മുതൽ പൈ വരെയാണ്. 0 മുതൽ പൈ വരെ എന്ന് പറയുമ്പോൾ പൈ ആണ് അതിൻ്റെ വിഡ്ത്ത്. നേരത്തെ ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞത് -1 മുതൽ +1 വരെ. അപ്പോൾ -1 മുതൽ +1 വരെ എന്ന് പറഞ്ഞാൽ 2 ആണ് അതിൻ്റെ വിഡ്ത്ത് വരുന്നത്. അപ്പോൾ ഇവിടെ പൈ വിഡ്ത്ത് വരുന്നൊരു ഇൻഫൈനൈറ്റ് സ്ട്രിപ്പാണ് പറയുന്നത്. w ഈക്വൽ ടു ഇ റേസ് ടു z ആണെങ്കിൽ നമുക്കറിയാം u എന്ന് പറയുന്നത് ഇ റേസ് ടു എക്സ് കോസ് വൈയും v എന്ന് പറയുന്നത് ഇ റേസ് ടു എക്സ് സൈൻ വൈയും ആണ്. ഓൾറെഡി നമ്മൾ ജനറൽ പ്രൂഫിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ നമുക്ക് രണ്ട് കേസുകളായിട്ട് എടുക്കേണ്ടത് ഫസ്റ്റ് y ഈക്വൽ ടു 0 ആൻഡ് y ഈക്വൽ ടു പൈ. ഫസ്റ്റ് വൺ പുട്ട് y ഈക്വൽ ടു 0 അല്ലെങ്കിൽ ടേക്ക് y ഈക്വൽ ടു 0. പുട്ടല്ല, നമ്മൾ തന്നിരിക്കുന്നത് എടുക്കുകയാണ് ചെയ്യുന്നത്. ടേക്ക് y ഈക്വൽ ടു 0. y ഈക്വൽ ടു 0 എടുക്കുമ്പോൾ എന്ത് വരും, കോസ് 0 u ഈക്വൽ ടു ഇ റേസ് ടു എക്സ് v ഈക്വൽ ടു 0. u ഈക്വൽ ടു ഇ റേസ് ടു എക്സ്. യുവിന് വാല്യൂ ഉണ്ട്, v വാല്യൂ ഇല്ല, v 0 ആണ്. അപ്പോൾ ഇത് മാത്രമേ വരുള്ളൂ, യു ആക്സിസ് മാത്രമേ വരുള്ളൂ. പക്ഷേ യു ഇവിടെ എക്സ്പൊണൻഷ്യലാണ്, ഇ റേസ് ടു എക്സ് ആയതുകൊണ്ട് പോസിറ്റീവ് മാത്രമേ വരുള്ളൂ. എക്സ്പൊണൻഷ്യലിന് എന്ത് വാല്യൂസ് ഉണ്ടായിരിക്കില്ല, നെഗറ്റീവ് വാല്യൂസ് ഉണ്ടായിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ഇമേജ് എന്ന് പറയുന്നത് യു ഈക്വൽ ടു ഇ റേസ് ടു എക്സ് ആൻഡ് വി ഈക്വൽ ടു 0 ഈസ് എ പോസിറ്റീവ് യു ആക്സിസ്. റെപ്രസെൻ്റ് എ പോസിറ്റീവ് യു ആക്സിസ്. ആൻഡ് വെൻ y ഈക്വൽ ടു പൈ, വൈക്ക് പൈ കൊടുത്താൽ നമുക്ക് കോസ് പൈ എന്ന് പറയുന്നത് -1 ആണ് വരിക. അപ്പോൾ യു ഈക്വൽ ടു മൈനസ് ഇ റേസ് ടു എക്സ് ആൻഡ് വി ഈക്വൽ ടു സെയിം ആസ് 0 തന്നെ. സൈൻ 0 ആയാലും സൈൻ -0 ആണെങ്കിലും 0 തന്നെയാണ്. അതായത് സൈൻ 0 ആണെങ്കിലും സൈൻ പൈ ആണെങ്കിലും 0 തന്നെയാണ്. അപ്പോൾ വി 0 തന്നെയാണ് വരിക. പക്ഷേ യു എന്ന് പറയുന്നത് മൈനസ് ഇ റേസ് ടു എക്സ് ആണ് വരിക. ഇ റേസ് ടു എക്സ് ആണെങ്കിൽ പോസിറ്റീവ് യു എക്സ് ആണ്. അപ്പോൾ അതിൻ്റെ നെഗറ്റീവ് എന്ന് പറയുമ്പോൾ എന്ത് വരും ഇവിടെ, വിച്ച് റെപ്രസെൻറ്റ് നെഗറ്റീവ് യു ആക്സിസ്. അപ്പോൾ ഒരെണ്ണം ഫസ്റ്റ് വൺ കിട്ടിയത് നമ്മുടെ പോസിറ്റീവ് യു എക്സ് ആണ്, സെക്കൻഡ് വൺ കിട്ടുന്നത് നമുക്ക് നെഗറ്റീവ് യു എക്സ് ആണ്. അപ്പോൾ രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും, രണ്ടിൻ്റെ കൂടെയുള്ള ഇൻ്റർസെക്ഷൻ അല്ല, രണ്ടിൻ്റെ കൂടെയുള്ള യൂണിയൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും, ടോട്ടൽ യു ആക്സിസ്. അപ്പോൾ നമുക്കൊരു ഇൻഫൈനൈറ്റ് സ്ട്രിപ്പ് എക്സ് ആക്സിന് പാരലായിട്ടുള്ളൊരു ഇൻഫൈനൈറ്റ് സ്ട്രിപ്പ് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരു സ്ട്രെയിറ്റ് ലൈനാണ്. അതായത് യു ആക്സിസ് മാത്രമാണ് വരുന്നത്. നേരെ തിരിച്ച് കഴിഞ്ഞ പ്രോബ്ലത്തിൽ നമ്മൾ വൈ ആക്സിന് പാരലായിട്ട് എടുക്കുമ്പോൾ നമുക്ക് വന്ന് രണ്ട് സർക്കിളിൻ്റെ ഇൻറ്റീരിയർ റീജിയനാണ് വരുന്നത്. അപ്പോൾ രണ്ട് ടൈപ്പ് പ്രോബ്ലം ഇമ്പോർട്ടൻ്റ് ആണ്. വൈ ആക്സിന് പാരലാണെങ്കിൽ സർക്കിളിൻ്റെ ഇൻറ്റീരിയർ റീജിയൻ ആയിട്ടാണ് വരുന്നത്. എക്സ് ആക്സിന് പാരലാണെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടാണ് വരുന്നത്. ഇപ്പം അങ്ങനെ തന്നെ വന്നോളണമെന്നില്ല, ആ വാല്യൂസിനനുസരിച്ചിരിക്കാം. ഇപ്പോൾ ഇവിടെ പൈയും 0 ആയതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. അതിന് പകരം വേറെ വാല്യൂസ് ആണെങ്കിൽ ഇവിടെയും സർക്കിളായിട്ടൊക്കെ വരാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ ഈ പറഞ്ഞ എക്സാമ്പിൾ ഒന്നും കൂടി രണ്ടും കൂടി എടുത്ത് കൺസോൾട്ടേറ്റ് ചെയ്തു എന്ന് മാത്രം. അല്ലാണ്ട് വൈ വരുമ്പോൾ എപ്പോഴും സ്ട്രെയിറ്റ് ലൈനും എക്സ് വരുമ്പോൾ എപ്പോഴും സർക്കിളൊന്നുമില്ല. ആ തരുന്ന വാല്യൂസിനനുസരിച്ചിരിക്കും. ഓക്കെ.